നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലും പൂർത്തിയായതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. കേരളത്തിൽ LDFന് ഭരണ തുടർച്ചയുണ്ടാകും എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും ഇതുവരെ വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 104 മുതൽ 120 സീറ്റ് വരെ നേടി ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നു. UDFന് 20 മുതൽ 36 വരെയും NDAക്ക് 2 സീറ്റ് വരെയും കിട്ടാമെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ. LDFന് 102 സീറ്റും UDFന് 35 സീറ്റും BJPക്ക് 3 സീറ്റുമാണ് ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നത്. ടുഡേയ്സ് ചാണക്യയുടെ സർവേ ഫലവും ഇടതുമുന്നണി 100-ലധികം സീറ്റുകൾ നേടി അധികാരം നിലനിർത്തും എന്ന് പ്രവചിക്കുന്നതാണ്. റിപ്പബ്ലിക് TVക്ക് വേണ്ടി CNX നടത്തിയ സർവേ അനുസരിച്ച് 72 മുതൽ 82 സീറ്റുകൾ വരെ കിട്ടി LDF അധികാരത്തിൽ വരും. UDFന് 58 മുതൽ 64 വരെ സീറ്റുകൾ ലഭിക്കാമെന്നാണ് CNXന്റെ സർവേ പറയുന്നത്. NDAക്ക് 5 വരെ സീറ്റ് കിട്ടാം എന്നും ഈ സർവേ പറയുന്നുണ്ട്. റിപ്പബ്ലിക് TV CNX സർവേ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ അഹെഡിൻ്റെ സർവേ പറയുന്നത് LDFന് 72 മുതൽ 79 വരെ സീറ്റുകളാണ്, UDFന് 60 മുതൽ 66, NDAക്ക് 0 മുതൽ 3 സീറ്റുകളുമാണ് ഇന്ത്യ അഹെഡിൻ്റെ സർവേ പറയുന്നത്. വിവിധ മലയാളം ചാനലുകളും സർവേ നടത്തുന്നുണ്ട്. എന്തായാലും ഈ സർവേയുടെ എക്സിറ്റ് പോളുകളുടെ ഒരു പൊതു സ്വഭാവം സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അത് എത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയില്ല. എന്തായാലും സർവേകളുടെ പൊതു സ്വഭാവം, എക്സിറ്റ് പോളുകളുടെ പൊതു സ്വഭാവം ഭരണ തുടർച്ചയെ അനുകൂലിക്കുന്നു. എന്തായാലും ഇതിൻ്റെ അന്തിമ ഫലം വരാൻ നമ്മൾ 2-ാം തീയതി വരെ കാത്തിരിക്കണം. എക്സിറ്റ് പോളുകളും അഭിപ്രായ വോട്ടെടുപ്പുകളും അല്ലല്ലോ ജനഹിതത്തിൻ്റെ യഥാർത്ഥ പരിശോധനയല്ലേ കാര്യങ്ങളെ നിർണ്ണയിക്കുക. എന്നോടൊപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ MP ഉണ്ട് കൊല്ലം സ്റ്റുഡിയോയിൽ, ശ്രീ NP ചെക്കുട്ടി മാധ്യമപ്രവർത്തകൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM നേതാവ്, ശ്രീ V ഉണ്ണികൃഷ്ണൻ BJP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ NK പ്രേമചന്ദ്രൻ, ദേശീയ ഏജൻസികൾ, 2 നാഷണൽ ഏജൻസികൾ ടുഡേയ്സ് ചാണക്യയും ആക്സിസ് മൈൻ്റെയും 100-ലധികം സീറ്റുകളോടെ LDF ഭരണം നിലനിർത്തും എന്ന് പ്രവചിക്കുകയാണ്. അത് നമ്മളിപ്പോൾ കണ്ട ഒരു മത്സരത്തിൻ്റെ ഒരു വാശി പ്രതിഫലിപ്പിക്കുന്നതല്ല, അതിനപ്പുറത്തൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് പ്രവചിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇനി എന്ത് അഭിപ്രായവും പറയാം, UDF പരാജയം സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയോ? ഒരിക്കലുമില്ല. കാരണം ഇതിനു മുമ്പ് സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടായിട്ടുള്ള നിരവധി എക്സിറ്റ് പോൾ സർവേകളുടെ ഫലം പരിശോധിച്ചാൽ പലതും അബദ്ധ പഞ്ചാംഗങ്ങളാണ് എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്, പലതും ശരിയാണ് എന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊന്നും തന്നെ അത്തരത്തിലൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിൽ LDFന് അനുകൂലമായിട്ടോ UDFന് അനുകൂലമായിട്ടോ ഉണ്ടായതായി കാണുന്നില്ല. അത്തരത്തിലൊരു തരംഗം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ കുത്തൊഴുക്ക് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിശ്വാസം. പിന്നെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആധാരമായിട്ടുള്ള അല്ലെങ്കിൽ തുടർഭരണത്തിന് ആധാരമായിട്ടുള്ള ഘടകങ്ങൾ പരിശോധിക്കുമ്പോഴും മറുഭാഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും അത്തരത്തിലൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഏതെങ്കിലും ഒരു മുന്നണിക്ക് കിട്ടുമെന്നുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ ഇന്നത്തെ പൊതു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയുക. അത്തരത്തിലൊരു അണ്ടർ കറണ്ട് അല്ലെങ്കിൽ ഒരു വലിയ വേവ് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി വലിയൊരു കുത്തൊഴുക്കുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ച് അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ പല സർവേ ഫലങ്ങളും പരിശോധിക്കുമ്പോൾ 68 സീറ്റ്, 62 സീറ്റ് ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങളുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 12 സീറ്റ് LDFനും 8 സീറ്റ് UDFനും കിട്ടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളുണ്ട്. അതുതന്നെ ഭൂരിപക്ഷവും LDFന് കിട്ടുമെന്ന നിലയിൽ സർവേ നടത്തിയവരുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലയിലേക്ക് LDF CNN ന്യൂസ് 18 വേണ്ടി നടത്തിയിട്ടുള്ള ഒരൊറ്റ സർവേ ഒഴികെ ബാക്കിയെല്ലാം UDFന് വലിയ മേൽക്കൈ പ്രവചിച്ച സർവേകളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് UDFന് 17 സീറ്റ് 18 സീറ്റ് വരെ പറഞ്ഞിട്ടുള്ള സർവേകളുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് UDF 15-ന് മുകളിൽ സീറ്റ് നേടും എന്നായിരുന്നു. UDF 19 സീറ്റ് നേടി. അപ്പോൾ ഇവിടെ ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ സർവേകളും തുടർഭരണം പ്രവചിക്കുമ്പോൾ, ഞാൻ മാർജിൻ എത്ര എന്നുള്ളത് വിടുന്നു, എല്ലാം തുടർഭരണം പ്രവചിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമ്മുടെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വരില്ലേ? അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ട് 2004 പാർലമെൻറ്റ് ഇലക്ഷൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ച അസന്നിഗ്ധമായി മിക്കവാറും എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു.
ഫലം മറിച്ചായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് വന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇന്ത്യ ഈസ് ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു എന്ന വലിയ ക്യാമ്പയിൻ്റെ അടിസ്ഥാനമായി അല്ലെങ്കിൽ അന്ന് നടത്തിയിട്ടുള്ളൊരു ക്യാമ്പയിൻ തീർച്ചയായിട്ടും വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള തുടർഭരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ മുന്നണി ഗവൺമെൻറ് അന്ന് കൈവരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ സർവേ ഫലങ്ങൾ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അഭിലാഷ് സമ്മതിക്കുന്നു, എല്ലാ എക്സിറ്റ് പോൾ സർവേകളും LDFന് അനുകൂലമാണ് എന്നുള്ളത് തീർച്ചയായും LDFന് ആശ്വാസത്തിന് വക നൽകുന്നതാണ്. അവിടെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ജനങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന നിലയിലാണ് ഈ ക്യാമ്പയിനുമായി സജീവമായി കണ്ടപ്പോൾ കാണാൻ കഴിഞ്ഞത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായി വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള അണ്ടർ കറൻസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വേവ് തരംഗമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിലയിരുത്തി കൃത്യമായി. തീർച്ചയായും ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ഈ സർവേകൾ തന്നെ, ഈ ഒപ്പീനിയൻ പോളുകൾ തന്നെ, ഈ എക്സിറ്റ് പോളുകൾ തന്നെ പരസ്പര വിരുദ്ധവുമാണ് ചിലയിടങ്ങളിലെങ്കിലും. ശ്രീ NP ചെക്കുട്ടി, രണ്ട് പ്രധാനപ്പെട്ട നാഷണൽ ഏജൻസികളെ പക്ഷേ ശ്രദ്ധിച്ചാൽ, മുൻപ് വളരെ കൃത്യമായി ഫലം പ്രവചിച്ച പാരമ്പര്യമുള്ള ആക്സിസ് മൈൻ്റെയും ടുഡേയ്സ് ചാണകയും LDFന് 100-ലധികം സീറ്റുകൾ പ്രവചിക്കുകയും UDFന്റെ സീറ്റ് ടാലി 35-ന് താഴെയായിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ലാൻഡ് സ്ലൈഡ് ആണ്, ഒരു വലിയ വേവ് ആണ്. പിണറായി വിജയന് വേണ്ടി അങ്ങനെ ഒരു ആഞ്ഞടിച്ച തരംഗം കേരളത്തിൽ ഉണ്ടായി കാണുമോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മുസ്ലിം ലീഗ് പ്രധാന പ്രതിപക്ഷ കക്ഷിയായി പോലും വന്നേക്കാം. അല്ല, അത് ഇപ്പോൾ അവരുടെ സർവേയുടെ അവർ എത്രത്തോളം നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിലുള്ള സിറ്റുവേഷനെ എത്ര ആഴത്തിൽ അവർ വിലയിരുത്തിയിരിക്കുന്നതനുസരിച്ചിരിക്കും അവരുടെ സർവേയുടെ റിസൾട്ട്. സാധാരണ നിലയിൽ ഞാൻ കണ്ടെടുത്തോളം അവരുടെ സർവേ റിസൾട്ടുകൾ പൊതുവിൽ ലോകസഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറേ കൂടി എന്താ പറയുക ഇഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പക്ഷേ കേരളം പോലെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള നമുക്ക് തന്നെ അറിയാം, നമ്മൾ 3 മേഖലകളാണ്. അതുപോലെ തന്നെ വളരെ ജാതീയമായിട്ട്, മതപരമായിട്ട്, സാമുദായിക പലതരത്തിലുള്ള ഭിന്നതകൾ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേരളത്തിൽ എത്ര രാഷ്ട്രീയ കക്ഷികളുണ്ട്, എത്ര തരത്തിലുള്ള ആളുകൾ ഈ മത്സരത്തിൽ നിൽക്കുന്നുണ്ട്. അത്രയും സങ്കീർണമായിട്ടൊരു രാഷ്ട്രീയ അവസ്ഥ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇന്ന് നിലനിൽക്കുന്നില്ല. കേരളത്തിൽ 2 മുന്നണികളുമായിട്ടൊരു 2 ഡസൻ ആളുകൾ, 2 ഡസൻ പാർട്ടികളോളം ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ, അതിൻ്റെ സങ്കീർണതയെ മനസ്സിലാക്കാനുള്ള ശേഷി ഈ നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകൾക്കോ ഈ ഏജൻസികൾക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അവരുടെ സർവേയുടെ എന്താ പറയുക ഡെപ്ത് ഓഫ് എന്താ പറയുക പിന്നെ ഈ സാമ്പിൾ, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നോക്കിയാൽ എനിക്കൊന്ന് മലയാളി ചാനലുകൾ കുറേ കൂടി കൃത്യമായിട്ടുള്ള റിസൾട്ട് തരാനുള്ളൊരു ശേഷിയുള്ള കൂട്ടരാണെന്ന്. ഞാനിപ്പോൾ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുക, ഇപ്പോൾ നിങ്ങളുടെ ചാനലായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു ചാനൽ ഞാൻ കാണുന്നത് വളരെ കൃത്യമായിട്ട് UDFന് കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് അവർ പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് 24% വോട്ട് ലീഡ് കിട്ടിയ പിണറായി വിജയൻ ധർമ്മടത്ത് 24% വോട്ടിൻ്റെ ലീഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്തവണ 3% വോട്ട് കുറഞ്ഞിട്ട് 21%-ലേക്ക് വരുന്നു എന്ന് അതിനകത്ത് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അവർ ആ ഫിഗേഴ്സ് പറയുമ്പോൾ ഏതാണ്ട് കാസർഗോഡ് മുതൽ തൃക്കാരിപ്പൂർ മുതൽ കോഴിക്കോട് ബേപ്പൂർ വരെയുള്ള ഞാൻ കണ്ടു. അവിടെ എല്ലാം കാണിക്കുന്നത് 5 to 7% വോട്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു പൊതു ട്രെൻഡ് എന്നുള്ളതിനപ്പുറത്തും മണ്ഡലം തിരിച്ച് പറഞ്ഞാൽ എത്രമാത്രം ശരിയാവും. ബട്ടൺ അങ്ങ് മാറ്റിയാൽ മനോരമയിൽ ജയിച്ചവരൊക്കെ മാതൃഭൂമിയിൽ തോറ്റിട്ടുണ്ട്, മാതൃഭൂമിയിൽ ജയിച്ചവരൊക്കെ മനോരമയിൽ തോറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അഭിലാഷ്, ഇതിനകത്തുള്ള പ്രശ്നം ഒരു പെർസെൻറ്റേജ് വൈസ് ഡിക്ലൈൻ വളരെ കൃത്യമായിട്ട് UDFന് അല്ല LDFന് കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇതിനകത്ത് പിണറായി വിജയൻ തോൽക്കണമെന്നോ ശൈലജ ടീച്ചർ ജയിക്കണോ അതൊന്നുമല്ല ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് 3 to 5% ഡിക്ലൈൻ ഇൻ ദ വോട്ടിംഗ് പെർസെൻറ്റേജ് ഓഫ് LDF ഈസ് ദർ. അത് താരതമ്യേന UDFന് അനുകൂലമായിട്ട് BJPക്ക് കാര്യമായിട്ട് വലിയ എഡ്ജ് കാണുന്നില്ല. ഇത് മാത്രമാണ് ഞാൻ പറയുന്നത്. ശരി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തോന്നുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇവിടെ സൂചിപ്പിച്ച ഒരു പൂർവ്വ മാതൃക 2004-ൽ 32 എക്സിറ്റ് പോളുകൾ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന് തുടർച്ച പ്രവചിച്ചു. പക്ഷേ നടന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. UPAയുടെ സർക്കാർ അധികാരത്തിൽ വന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ഇപ്പോൾ ഇവിടുത്തെ സർവേകളൊക്കെ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളൊക്കെ LDFന്റെ തുടർഭരണം പ്രവചിക്കുന്നുണ്ട്. 71 സീറ്റ് കിട്ടും എന്ന് പറയുന്നവരുണ്ട്, 120 സീറ്റ് കിട്ടും എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും തുടർഭരണമാണ് പ്രവചിക്കുന്നത്. മാർജിൻ വലിയ തോതിൽ വ്യത്യാസപ്പെടുന്നുണ്ട് എന്നുള്ള നിലയിലും. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ് ഒരു ഇന്റേണൽ ആയിട്ടുള്ള വിലയിരുത്തൽ? ഈ സർവേകൾ അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളുകൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമോ?
അല്ല, സർവേകളിൽ ശരിയും തെറ്റും ഉണ്ടാകാം, ഫലങ്ങൾ ശരിയാവാം തെറ്റാവാം. പക്ഷെ CPM പോലുള്ളൊരു പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം ബൂത്ത് തലത്തിൽ വളരെ നിശിതമായ രീതിയിൽ തന്നെ പരിശോധന നടത്തി അതൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. 80 സീറ്റ് മുതൽ 100-ൽ പരം സീറ്റുകൾ CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഏറെക്കുറെ ദേശീയ ചാനലുകളുടെ എല്ലാം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ എക്സാക്റ്റ് ആകുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ പരിശോധനയിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിഷയം എന്താണ്? ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങളല്ലാതെ UDF-നോ BJP-ക്കോ ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ഒന്നും ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ അപവാദ പ്രചരണങ്ങൾ ഏറ്റവും ആടിത്തിമർത്തത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നു. സത്യത്തിൽ അത് ഫലം വന്നാലേ പറയാൻ കഴിയൂ. ശ്രീ KT ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ചെക്കുട്ടി സൂചിപ്പിച്ചതുപോലെ സർവേകൾ പല കണക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ LDF ജയിക്കും എന്ന് പറഞ്ഞ മലയാള മനോരമ ഇപ്പോൾ 9 സീറ്റ് കോഴിക്കോട് UDF-ന് കൊടുത്തിരിക്കുകയാണ്. 9 സീറ്റ് താങ്കളുടെ ജില്ലയിൽ കോഴിക്കോട്ട്, അതും കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി LDF ജയിക്കുന്ന ഈ ജില്ലയിൽ 9 സീറ്റ് UDF-ന് കിട്ടിയാൽ ഉമ്മൻചാണ്ടിയോ രമേശോ മുഖ്യമന്ത്രിയാവുമേ? മനോരമ അതേ സമയത്ത് തന്നെ 10 സീറ്റ് LDF-നും കൊടുത്തിട്ടുണ്ട്. മനോരമ 9 സീറ്റ് LDF-ന്റെ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ 10 സീറ്റ് LDF-ന്റെയും സാധ്യതയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് അടിസ്ഥാന തലങ്ങളിൽ നമ്മൾ നടത്തുന്ന പരിശോധന, ആ പരിശോധനയും ചിലപ്പോൾ തെറ്റാം. ആ പരിശോധനകളിൽ, ബൂത്ത് തലത്തിലുള്ള പരിശോധനകളിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 80 സീറ്റ്, അത് 100-ൽ പരം സീറ്റ് വരെ ആകാൻ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഈ കണക്കുകളെല്ലാം പരിശോധിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കോഴിക്കോട് ഇപ്പൊ നിലവിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 11 സീറ്റുണ്ട്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ സീറ്റ് വർദ്ധിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൾ പറയുന്നത്. ഇപ്പൊ UDF-ന്റെ കണക്കുകൾ, UDF-ന്റെ പല നേതാക്കളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അവർ കൊടുവള്ളിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. കൊടുവള്ളി എന്തായാലും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടും. എന്താ കാര്യം പറഞ്ഞത്? മുനീറിന് 12,000 വോട്ടിൽ ലീഡുണ്ട്. പക്ഷെ 2016-ലെ തെരഞ്ഞെടുപ്പിൽ അഭിലാഷേ, ഞങ്ങളുടെ കണക്ക് പ്രകാരം തന്നെ അവിടെ റസാഖ് മാഷക്ക് 15,000 വോട്ടിന് ലീഡുണ്ടായിരുന്നു. എന്നിട്ടാണ് വലിയ ഭൂരിപക്ഷത്തിന് കാരാട്ട് റസാഖ് ജയിച്ചത്. അപ്പൊ ഇത്തരം പരിശോധനകളും കണക്കുകളും ഒക്കെ ഓരോരുത്തർ അവരുടേതായ അഭീഷ്ടം അനുസരിച്ച് ഉണ്ടാക്കുന്നതും കൂടിയാകും എന്നും നമ്മൾ കാണണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പോളിംഗിൽ വരുന്ന കണക്കുകൾ ഞങ്ങൾ UDF-ന്റെ വോട്ട് ഇങ്ങോട്ട് കൂട്ടാറില്ല. പക്ഷെ UDF-ന്റെ വോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കിറ്റിന് വോട്ട് വന്നിട്ടുണ്ട്, കോവിഡ് പ്രതിരോധത്തിനും പ്രളയത്തിനും വോട്ട് വന്നിട്ടുണ്ട്, പെൻഷന് വോട്ട് വന്നിട്ടുണ്ട് UDF-ന്റെ. അതൊന്നും ഞങ്ങളുടെ കണക്കിൽ വരില്ല. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത് 80 സീറ്റ് മുതൽ 100-ൽ പരം സീറ്റ് വരെ കിട്ടാം എന്നാണ് LDF-ന്റെ വിലയിരുത്തൽ. ഓക്കെ ശ്രീ വി ഉണ്ണികൃഷ്ണൻ, എന്താണ് BJP ഇതിൽ നിന്ന് കാണുന്നത്? BJP-ക്ക് 3 സീറ്റ്, ഒരു സർവേ 5 സീറ്റ് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്ത സർവേകൾ വ്യത്യസ്തമായി മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന്റെ പരാജയവും വിജയവും നേരിയ മുൻതൂക്കവും നേരിയ പിറകിൽ പോക്കവും ഒക്കെ പ്രവചിക്കുന്നുണ്ട് എന്നിരിക്കെ സമ്പൂർണ്ണമായ ഒരു അനിശ്ചിതാവസ്ഥയാണോ? ഒരു ഇന്റേണൽ കണക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ശ്രീ അഭിലാഷേ, ഈ സർവേ ഫലങ്ങൾ ഒക്കെ എന്തൊക്കെയായാലും ശരി, പാർട്ടി ഇത്തവണ ചില കണക്കുകൂട്ടലുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ശരി ഒരു 5 സീറ്റിൽ ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശക്തമായ ത്രികോണ മത്സരമാണ്. മറ്റു തരത്തിൽ LDF-ഉം UDF-ഉം BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ടൊന്നും മറച്ചിട്ടില്ല എങ്കിൽ ഒരു 10 സീറ്റിലധികം ഞങ്ങൾ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു തരംഗമാണ് ആഞ്ഞടിച്ചിട്ടുള്ളതെങ്കിൽ, NDAക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ആഞ്ഞടിച്ചിട്ടുള്ളതെങ്കിൽ ഒരു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ LDF-ന് തുടർഭരണം ഉണ്ടാകാൻ പോകുന്നില്ല, UDF-ന് മാറുന്ന ഭരണം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 40-50 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അത്തരം മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രവചനാതീതമാണ് എന്ന കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത്തരം ഒരു ചർച്ച നടക്കാറില്ല. എന്താ കാരണം?
LDF കഴിഞ്ഞാൽ UDF ആണ്, UDF കഴിഞ്ഞാൽ LDF ആണ്. ഇത്തരമൊരു ചർച്ച ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. ആ ചർച്ച നടക്കാനുള്ള കാരണം എന്താ? LDF ഉണ്ടാക്കിയ ഭരണ നേട്ടങ്ങളൊന്നുമല്ല. LDF ഉണ്ടാക്കിയ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്താ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള? ഒരു നേട്ടം ഉണ്ടാക്കിയുള്ളൂ. കോവിഡിന്റെ പരാജയമായിരുന്നു, കള്ളക്കടത്ത് കേസ്, ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല തീർച്ചയായിട്ടും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? NDA തോൽപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് നേമത്ത് NDA തോൽപ്പിക്കാൻ വേണ്ടി K. മുരളീധരൻ രംഗത്ത് വരുന്നു. NDA തോൽപ്പിക്കാൻ വേണ്ടി BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി, NDA പരാജയപ്പെടുത്തുക ലക്ഷ്യത്തിന് വേണ്ടി രണ്ട് മുന്നണികളും കച്ചകെട്ടി ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആദ്യമായിട്ട് കേരളത്തിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്ര വ്യാപകമായ രീതിയിൽ രണ്ടു കൂട്ടരും ഒരുമിച്ചിറങ്ങും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, രണ്ട് മുന്നണികൾക്കും ബദലായി, രണ്ട് മുന്നണികൾക്കും എതിരായി കേരളത്തിൽ അതിശക്തമായ ഒരു NDAക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരുന്നത് ചർച്ചകൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ തന്നെ സർവേയിൽ പറഞ്ഞു 3 മുതൽ 5 വരെ സീറ്റ് കൊടുത്ത് സർവേയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സർവേ അത്തരത്തിൽ പറഞ്ഞതിൽ ഒരു സംശയം വേണ്ട, രണ്ടക്കത്തിലുള്ള സംഖ്യ BJPക്ക് കേരളത്തിൽ ഉണ്ടാവും. ഒരു മിനിറ്റ് അഭിലാഷ്, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് അതില് ഒരു ചാനൽ നടത്തിയ സർവേ, മഞ്ചേശ്വരത്തെ ചാനൽ നടത്തിയ ഒരു സർവേയിൽ ആകെ 200 പേരോടാണ്, 2 ലക്ഷം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ 200 പേരോട് ചോദിച്ചിട്ടാണ് ഒരു സർവേ തയ്യാറാക്കിയിട്ടുള്ളത്. ആ 200 പേരോട് ചോദിച്ച സർവേ തയ്യാറാക്കിയ സമയത്ത് ഒരു ചാനൽ നടത്തിയ സർവേ മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ പരാജയപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 200 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാവും എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ജനങ്ങളോടാണ് ചോദിക്കുക. അതിന്റെ മോഡസ് ഓപ്പറാൻഡി അങ്ങനെയാണ്, കണക്കില്ല, അതിന്റെ മെത്തഡോളജി അങ്ങനെയാണ്. അതല്ലാതെ ഇപ്പൊ ഒരു മണ്ഡലത്തിലെ എല്ലാവരോടും ചോദിച്ച് നമുക്ക് ഒരു അഭിപ്രായം ആരായാലും പിന്നെ സർവേ എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് മാറ്റസ് അല്ല, അതുകൊണ്ട് ഇത് തെറ്റാം, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. ഏത് മണ്ഡലത്തിലെയും തെറ്റാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേ അനുസരിച്ച് ഏത് മണ്ഡലത്തിലെയും തെറ്റാം. അത് ഞാൻ ഈ പറയുന്ന സർവേ നടത്തുന്ന ആളുകൾ തന്നെ സംബന്ധിച്ചോളം മാർജിൻ ഓഫ് എറർ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ശരി. ശ്രീ NK പ്രേമേന്ദ്രൻ, ഇതിനപ്പുറത്തൊരു ആഭ്യന്തരമായ കണക്കുകൾ ഉണ്ടാവും. കൊല്ലമെടുത്താൽ കൊല്ലത്ത് സമ്പൂർണ്ണമായിട്ട് UDF പരാജയപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. അതിന് മുന്നത്തെ തവണയും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് സമ്പൂർണ്ണമായ പരാജയം കോൺഗ്രസ് അവിടെ ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഭരണ തുടർച്ച എന്ന് പറയുമ്പോൾ തന്നെ തെക്കൻ കേരളത്തിലടക്കം ചില സീറ്റുകൾ, 1-2 സീറ്റുകൾ പല ജില്ലകളിലും, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരത്തൊക്കെ പോവാമെന്ന് പറഞ്ഞാലും ഒരു 80 സീറ്റ്, 80-85 എന്നുള്ള നിലയിലാണ് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള വിലയിരുത്തൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. UDFനെ സംബന്ധിച്ചും അങ്ങനെയുള്ള വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. ആത്മാർത്ഥമായി UDFനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ എന്താണ്? റിയലിസ്റ്റിക്കായി താങ്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനി 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? ഞാൻ വ്യക്തിഗതമായിട്ടുള്ള എൻ്റെ വിലയിരുത്തൽ ഞാൻ പറയാം. നേരിയ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം തന്നെയാണ്. സാമ്പിൾ സർവേ ഒന്നും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനാലിസിസ് അല്ല. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ നില മെച്ചപ്പെടുത്തും നെയ്യാറ്റിൻകര, പാറശാല ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങൾ ഈ പ്രാവശ്യം UDFന് അനുകൂലമായി മാറും. വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ്. അത് കിട്ടുന്നതിനുള്ള സാധ്യത വളരെ പരിമിതി. എന്തായാലും +2 അല്ലെങ്കിൽ +2 ഓർ +3 സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഒരു പൊളിറ്റിക്കൽ അസസ്മെൻറ്റ് എന്നെപ്പോലെയുള്ളവരൊക്കെ നടത്തിയിട്ടുള്ളത്. അതുപോലെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം 0 പൊസിഷനാണ്. എന്തായാലും ഈ പ്രാവശ്യം 3-4 സീറ്റ് കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. തെറ്റാം, ഞാനത് അഭിലാഷ് പറഞ്ഞതുപോലെ ഈ ഒരു കണക്കും ശരിയാവണമെന്നില്ല. കേരളത്തിലെ ജനങ്ങളെപ്പോലെ എലൈറ്റായിട്ടുള്ള ഒരു ഇലക്ടറേറ്റ് അവരെന്ത് വിധി എഴുതി എന്ന് പലപ്പോഴും കൃത്യതയോടുകൂടി അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ കഴിയൂ. എന്നാൽ പോലും ചവറയും കരുനാഗപ്പള്ളിയും കൊല്ലവും കുണ്ട്രയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇവിടെ ആരോട് സംസാരിച്ചാലും ചോദിച്ചാലും വോട്ടിന് ശേഷമുള്ള ഈ 10-24 ദിവസക്കാലത്തെ ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വിവിധ സാമൂഹിക സംഘടനകളുടെ പിന്തുണ ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ 4 സീറ്റിൽ കുറയാതെ 3 സീറ്റിൽ കുറയാതെയൊക്കെ കിട്ടാനെങ്കിൽ അതെല്ലാം +3 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 11 നിയോജക മണ്ഡലങ്ങളുള്ള കൊല്ലം ജില്ലയിൽ 1 സീറ്റ് പോലും കിട്ടിയില്ല. ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ പ്രതീക്ഷ പുലർത്തുന്ന 2-3 സീറ്റുകൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മണ്ഡലം സ്പെസിഫിക്കായി പോകുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരിക്കലും ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മണ്ഡലം സ്പെസിഫിക് വിടുന്നു.
പത്തനംതിട്ട ജില്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന നില തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ്. കാരണം റാന്നി സീറ്റ് ഉൾപ്പെടെയുള്ള സീറ്റുകൾ, അന്യമായിരുന്ന റാന്നി സീറ്റും കോന്നി സീറ്റ് ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഈ പ്രാവശ്യം ഒരുപക്ഷെ UDFന് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല, ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ. എന്നാൽ കോട്ടയം, എറണാകുളം ജില്ലയിലൊക്കെ തന്നെ പരിശോധിച്ചാൽ മിക്കവാറും സ്റ്റാറ്റസ് കോ നിൽക്കും. 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുന്നത് പരസ്പരം കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ കഴിയും. തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും നില മെച്ചപ്പെടുത്താൻ കഴിയും. 2 സീറ്റെങ്കിലും കൂടുതൽ കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ അഭിലാഷ് ഇവിടെ പറഞ്ഞ കോഴിക്കോടടക്കം കുറ്റിയാടി മണ്ഡലം ഉൾപ്പെടെ, അതുപോലെ തന്നെ അഭിജിത്ത് മത്സരിക്കുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലം അടക്കം, അതുപോലെ കൊടുവള്ളി മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അഡീഷണലായി ഈ പ്രാവശ്യം UDFന് കിട്ടുമെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ, ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. അതുപോലെ പാലക്കാട് ജില്ലയിൽ, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDFനുള്ളത്. വയനാട് ജില്ലയിൽ മിക്കവാറും എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും ഒരു സീറ്റ് മിക്കവാറും ചാനലുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ കാസർഗോഡ്, കണ്ണൂർ, ഏറെക്കുറെ ഞാൻ എറണാകുളം, കോട്ടയം പറഞ്ഞതുപോലെ ഏറെക്കുറെ കോമ്പൻസേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിനെ സംബന്ധിച്ചാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കേവല ഭൂരിപക്ഷത്തോടുകൂടി UDFന് അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള വിലയിരുത്തൽ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ്, നമുക്കൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അസസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് ഏത് തെരഞ്ഞെടുപ്പായാലും, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഈ ട്രെൻഡ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പ്രതീക്ഷിച്ച ട്രെൻഡ് ആയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റിൻ്റെ കാര്യത്തിലായാലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രെൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നില മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു കണക്കുകളുടെ പശ്ചാത്തലം, ഒരു വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരിയ ഭൂരിപക്ഷത്തോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ അഭിലാഷ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വരാം. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ ഇപ്പോൾ വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന സീറ്റുകൾ കൂടി പ്രധാനമാവും. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സീറ്റുണ്ട്, ഒരു പക്ഷേ കൂടാം, അത് 1, 2, 3 ആകാം. PC ജോർജിൻ്റെ സീറ്റിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്, ഒരു പക്ഷേ അവിടെ അദ്ദേഹം ജയിക്കാം. 2020 എറണാകുളത്തെ ഒരു സീറ്റെങ്കിലും ജയിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. ജയിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ വേണമെങ്കിൽ ജയിക്കാം. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഇങ്ങോട്ട് 82 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായിട്ടില്ല. സ്റ്റെബിലിറ്റി കേരളത്തിലെ ഗവൺമെൻറ്റുകളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് മുമ്പ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ, സർക്കാരുകൾ വീഴൽ, വിശ്വാസപ്രമേയം പാസ്സാവൽ, കാസ്റ്റിംഗ് വോട്ട്, ഇങ്ങനെ 100,000 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള അൺസർട്ടനിറ്റി ഉണ്ടായിട്ടുണ്ട്. ഈ തവണ ഇങ്ങനെ ഇഞ്ചോടിഞ്ചാണെങ്കിൽ, ഈ സർവേകൾ പറയുന്നത് പോലെ അല്ല, അതിനപ്പുറത്ത് ഇഞ്ചോടിഞ്ചാണെങ്കിൽ, മറ്റുള്ളവർക്കും ഓരോ റോൾ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? അതിനൊരു സാധ്യത കാണുന്നുണ്ടോ? ഞാൻ അഭിലാഷ് ഒരു കാര്യം, ഞാൻ 84 മുതൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഈ തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും സംഘർഷം വരുന്ന, ഏറ്റവും കടുത്ത മത്സരം വരുന്ന അവസരങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിനും ഞാൻ കാണുന്നത് വളരെ കൃത്യമായിട്ട് ജയിക്കുന്ന 2 മുന്നണികൾക്ക്, യഥാർത്ഥത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 മുന്നണികൾക്കിടയിലേക്ക് വോട്ടുകൾ വിഭജിച്ചു പോവുകയാണ്. അതിനപ്പുറത്ത് നിൽക്കുന്ന തേർഡ് ഫോഴ്സ് ആയിട്ട് വരുന്ന രാഷ്ട്രീയ കക്ഷികൾ, അത് BJP ആവാം, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ മുന്നണികളാവാം, SDPA, വെൽഫെയർ പോലുള്ള പാർട്ടികളാവാം, ആദിവാസി ഗോത്ര സമിതി ആവാം, അങ്ങനെയുള്ള പാർട്ടികളുടെയൊക്കെ വോട്ടുകളിൽ പോലും സാധാരണ നിലയിൽ വലിയ ഇടിവ് വരികയും ഒന്നുകിൽ അത് UDFിലേക്ക് അല്ലെങ്കിൽ അത് പിന്നെ LDFിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് വരുന്ന സമയത്ത് ആ ഒരു ട്രെൻഡ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുണ്ട്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ സമീപകാലത്ത് ഒന്നും കാണാത്ത വിധമുള്ള വളരെ ഗുരുതരമായ കടുത്തൊരു മത്സരമായിരുന്നു. ആ മത്സരത്തിൽ സാധാരണ നിലയിൽ BJPയുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ 15-16% അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. മിക്കവാറും BJPയുടെ വോട്ടുകളിൽ ഒരു നേരിയ ഇടിവുണ്ടാവാനാണ് സാധ്യത. കാരണം BJPക്ക് കിട്ടുന്ന വോട്ടുകളും ഈ പറയുന്ന 100% അവരുടെ പാർട്ടി വോട്ടുകളല്ല, അവരോട് യോജിപ്പുള്ള എന്നാൽ പല അപ്പുറമൊക്കെ മാറാനിടയിലുള്ള ആളുകളാണ് ഈ വോട്ട് ചെയ്യുന്നത്. അവർ ഇത്തവണ ഒന്നുകിൽ LDFന് അനുകൂലമായി അല്ലെങ്കിൽ UDFന് അനുകൂലമായിട്ട് ശക്തമായിട്ടുള്ള ഒരു ചേരിതിരിവിലേക്ക് പോകാനിടയുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ BJPയുടെ വോട്ട് ശതമാനം കാര്യമായിട്ട് വർദ്ധിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ പറയുന്ന 2020 ഒക്കെ അവരൊന്നും നിയമസഭയിലേക്ക് ഒരു വലിയ കണ്ടന്ററായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടാവും, പക്ഷേ നിയമസഭയിൽ വളരെ ശക്തമായിട്ട് രാഷ്ട്രീയ മത്സരമാണ്. അവിടെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം രാഷ്ട്രീയമായിട്ട് തീരുമാനം. ശ്രീ ചെക്കുട്ടി, ഇപ്പോൾ വോട്ട് കട്ടറായി സ്പ്ലിറ്ററായി വരുമോ എന്നൊക്കെയുള്ള, വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആളായി വരുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കാണണം. പരമ്പരാഗതമായി UDFന് ശക്തിയുള്ള സ്ഥലമാണ് എറണാകുളം. അവിടെ 8 മണ്ഡലങ്ങളിൽ 2020 മത്സരിക്കുമ്പോൾ ഒരു 10,000 വോട്ട് പിടിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു 15,000 വോട്ട് പിടിക്കുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ LDFനെ ജയിക്കാം.
അങ്ങനെ അത്രയും വലിയ വോട്ട് പിടിച്ചൊരു ചരിത്രം ഏത് അങ്ങനെ ഒരു തേർഡ് ഫോഴ്സ് വന്നത് ഏത് പാർട്ടിക്കാണുള്ളത്? BJPക്ക് മാത്രമാണ് സമീപകാലത്ത് അങ്ങനെ വരാൻ പറ്റിയുള്ളത്. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലില്ല. അപ്പം ഞാൻ എറണാകുളം എനിക്ക് അത്ര പരിചയമുള്ള ഏരിയ ഒന്നുമില്ല. ഞാൻ മലബാറിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ തർക്കത്തിനൊന്നും വരുന്നില്ല. പക്ഷേ സാധാരണ നിലയിൽ കേരളത്തിന് അനുഭവം നോക്കിക്കഴിഞ്ഞാൽ ഒരു തേർഡ് ഫോഴ്സിന് അങ്ങനെ സബ്സ്റ്റാൻഷ്യൽ വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യതയില്ല. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് തുടർ ഭരണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന നറേറ്റീവ് എന്നിരിക്കെ തുടർ ഭരണം വേണ്ട എന്ന് വിചാരിക്കുന്ന വോട്ടർമാരെല്ലാം ഏത് സ്ഥാനാർത്ഥിക്കാണോ ഇടതുപക്ഷത്തിനെതിരെ വിജയ സാധ്യത അവർക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ. ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു BJP മനസ്സുള്ള ആൾ, BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ട് അല്ലെങ്കിൽ BD ജയസിന് സ്ഥാനാർത്ഥി ഉണ്ട് എങ്കിലും ഇടതുപക്ഷം വരാതിരിക്കാൻ ജയസാധ്യത കൂടുതൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്താലാണ് എന്ന് വന്നാൽ UDFന് വോട്ട് ചെയ്യാം. ആ തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഒരുപക്ഷെ ഉണ്ടായിക്കൂടുന്നൊന്നുമില്ലല്ലോ. ഈ സർവേകൾ അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ ഉപരിതലത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ അന്തർധാരകൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നുണ്ടോ? അല്ല, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ച് അതിനു മുമ്പ് നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുൻനിർത്തി ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് എതിരായ രാഷ്ട്രീയമായ എന്തെങ്കിലും കാരണങ്ങൾ സജീവമായി ഉയർത്തിക്കൊണ്ടുവരാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ ഒരു ഭരണം അത് കേരളത്തിലെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്വീകാര്യതയെ ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യാനോ ഏതെങ്കിലും രീതിയിൽ തുറന്നു കാണിക്കാനോ UDFന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു പോവുകയാണ്. UDFനകത്തുള്ള ജനങ്ങൾ പോലും തങ്ങൾക്ക് പെൻഷനും തങ്ങൾക്ക് കിറ്റുമൊക്കെ കിട്ടണം, തങ്ങൾക്ക് ഈ വികസനം ഉണ്ടാകണം, നല്ല സ്കൂളുകൾ ഉണ്ടാവണം, കേരളത്തിൽ സമാധാനപൂർണ്ണമായി ജീവിക്കണം, പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ഇച്ഛാശക്തിയോടുകൂടി നയിക്കുന്ന ഗവൺമെന്റ് വേണം. ഈ ഒരു പൊതുബോധം കേരളത്തിന്റെ സമൂഹ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. അതാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ആ ട്രെൻഡ് തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചും മറച്ചുമൊക്കെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാകാം എന്നൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ അതൊക്കെ തന്നെ നമ്മുടെ സംവാദങ്ങളിൽ വിശകലനങ്ങളിൽ നമുക്ക് പറയാം. പക്ഷെ ആ വിശകലനങ്ങളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ വിദ്യാർത്ഥിയും എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് രാഷ്ട്രീയമായി ഒന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. BJPക്കാരും കോൺഗ്രസുകാരും ചേർന്ന് വലിയ അപവാദങ്ങൾ ഉയർന്നതിലപ്പുറത്ത് എവിടെ എത്തിയിട്ടില്ല. പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മലബാറിൽ വളരെ ശക്തമായ മുസ്ലിം ജനസമൂഹത്തിനകത്ത് പിണറായി വിജയനോടും ഈ ഗവൺമെന്റിനോടും ആഭിമുഖ്യമുണ്ട്. ഈ ഗവൺമെന്റ് പോയാൽ എന്ത് സംഭവിക്കും? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് ഉറച്ചു പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെയാണ് അമിത്ഷായുടെ പ്രസ്താവന വരുന്നത്. ഇതെല്ലാം തന്നെ കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ നല്ല ഒരു മനോഭാവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെ പോളിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് താഴെത്തട്ടിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഈ എറണാകുളം പോലുള്ള ജില്ലകളിലുള്ള ഈ 2020 പോലുള്ള ഇത്തരം ഗ്രൂപ്പുകൾ തീർച്ചയായിട്ടും വോട്ട് സ്പ്ലിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അവരൊരു വലതുപക്ഷ മണ്ഡലത്തിൽ വലതുപക്ഷ ആശയങ്ങളിൽ നിന്നാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് ഏറ്റവും ശക്തമായി ബാധിക്കാൻ പോകുന്നത് UDF ക്യാമ്പുകളിൽ UDF മണ്ഡലങ്ങളിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരവസ്ഥയുണ്ടാക്കും. പിന്നീട് BJPയുടെ കാര്യം, BJPയുടെ ഇപ്പോ ദേശീയ സർവേകളെല്ലാം BJPക്ക് 1-2 സീറ്റൊക്കെ പ്രവചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾക്ക് നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. നേമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്ന് മാത്രമല്ല, അവർ വളരെ പ്രതീക്ഷയോട് കൂടിയിരുന്ന കാണുന്ന മഞ്ചേശ്വരത്ത് ഒരു കാരണവശാലും സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നില്ല, BJP അവിടെ ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഉള്ള സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടും. അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പല സ്ഥലത്തും വോട്ട് UDFന് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അത് UDFന്റെ വോട്ട് ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുണ്ട്. ആ കാര്യമാണ് നമ്മൾ കാണുന്നത്. ശരി, ശ്രീ V ഉണ്ണികൃഷ്ണൻ, BJPയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ കാലത്തും ഞങ്ങൾ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ. BJPക്ക് കാല് കുത്താൻ പോലും സാധ്യത ഇല്ലാതിരുന്ന പലയിടത്തും ആസാമിൽ കഴിഞ്ഞ തവണ ഭരിക്കുകയാണ്, ഇപ്പോഴും ഭരിക്കുമെന്ന് സർവേകൾ പറയുന്നു. പശ്ചിമ ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നേക്കാം എന്ന സൂചന വരുന്നു. പലയിടത്തും നോർത്ത് ഈസ്റ്റിലടക്കം ത്രിപുരയിലടക്കം BJP അധികാരത്തിൽ വന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അത് ഉള്ള അക്കൗണ്ടും കൂടി ഇവിടെ ക്ലോസ് ആയി പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒന്ന് കരുതി നോക്കൂ. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അമിത്ഷാ ഇവിടുത്തെ നേതൃത്വത്തിന്റെ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യതയില്ലേ? അല്ല അഭിലാഷേ, ഈ ഒരു 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആസാമിൽ ഞങ്ങൾ തുടർഭരണം ഉണ്ടാക്കുന്ന സംശയമൊന്നുമില്ല. ബംഗാളിൽ ഞങ്ങൾ ഭരിക്കും. തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ AIDMK സഖ്യവുമായി ഞങ്ങൾ ഭരിക്കും. പുതുച്ചേരിയിലും
NR കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഭരിക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. അത് ആ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. ഇനി കേരളത്തിലെ കാര്യം ശ്രീ NP ചെക്കുട്ടി പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയാണ്. 2016 മുതൽ കേരളത്തിലെ ട്രെൻഡ് മാറി. 2016 വരെ LDF, UDF എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ജനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ട്രെൻഡ് മാറി. നേമത്ത് BJP ജയിച്ചു, നിയമസഭയിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നു. 7 നിയോജക മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തി. 40ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് 30,000-ത്തിലധികം വോട്ടുകൾ നേടിയ മണ്ഡലങ്ങളുണ്ടായി. അന്തരീക്ഷം മാറി. കേരളത്തിൽ ഒരു 3ാം മുന്നണി ശക്തമായി വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തി. 5 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 2.25 ലക്ഷം 3 ലക്ഷത്തോളം വോട്ട് നേടി കേരളത്തിലെ പ്രബലമായ ഒരു ശക്തിയായി, 3ാം ശക്തിയായി BJP NDA ഉയർത്തെഴുന്നേറ്റ സാഹചര്യമാണ് ഇന്നുള്ളത്. 2016 മുമ്പുള്ള സാഹചര്യമല്ല 2021. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ്. മാത്രമല്ല, എങ്ങനെയാണ് CPM-ന് തുടർഭരണം കിട്ടുക? ആലപ്പുഴ ജില്ലയിലെ CPM-നെ സുധാകരൻ തോൽപ്പിക്കില്ലേ? സുധാകരൻ നേതൃത്വത്തിൽ തോൽപ്പിക്കും. അവിടെ നാസറും അതുപോലെ തന്നെ ആരിഫും അടങ്ങുന്ന ആൾക്കാർ CPM-നെ വിഴുങ്ങുന്ന സാഹചര്യമുണ്ടായി. കുറ്റ്യാടിയിലുണ്ടായ പ്രകടനം, പൊന്നാനിയിലുണ്ടായ പ്രകടനം, CPM-നെ ജിഹാദികൾ വിഴുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം. മുസ്ലിം ലീഗ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന് ഇവിടങ്ങളിലൊക്കെ ആരെങ്കിലും തോപ്പിച്ചോ തോറ്റോ എന്നൊക്കെ പറയാൻ കഴിയൂ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. BJPയെ സംബന്ധിച്ച് നല്ല പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. LDF-ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞു 2016 30,000-ന് മുകളിൽ വോട്ടുള്ള മണ്ഡലങ്ങൾ. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ ആ പെർസെൻറ്റേജ് 2016 കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ആ മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു 25-30 മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 5 കൊല്ലം നിങ്ങളിവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ലേ അമിത്ഷാ അല്ലെങ്കിൽ JP നദ്ദ? അല്ല, ഞാൻ ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചു, ഓക്കെ, ഞാൻ അതിന് മറുപടി പറയാം. CPM എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ LDF ഇത്തവണ ഭരണത്തിൽ അധികാരത്തിൽ വന്നില്ല എങ്കിൽ ഇന്ത്യയിൽ LDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതെ, CPM എന്ന് പറയുന്ന പ്രസ്ഥാനമില്ല, ഇന്ത്യയിൽ എവിടെയും ഭരണമില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഭരണമില്ലാത്ത ഒരു സാഹചര്യം LDF-നും CPM-നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ ഇന്ത്യയിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മ്യൂസിയത്തിൽ വെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചോദിച്ചൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്. കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. മിനിമം 5 സീറ്റിലെങ്കിലും BJP ഇത്തവണ ജയിക്കും. ആ കാര്യത്തിൽ 100% ഗ്യാരണ്ടി തരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDF UDF പരസ്പരം വോട്ട് മറിച്ചില്ലെങ്കിൽ 2 അക്ക സംഖ്യയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു 20-22 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തും. അങ്ങനെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ കുറയും. ഇത്തവണ ഞങ്ങൾ മത്സരം വോട്ട് ഷെയർ കൂട്ടാനല്ല അഭിലാഷേ, ഞങ്ങൾ ഇത്തവണ മത്സരം ജയിക്കാൻ വേണ്ടിയാണ്. പല മണ്ഡലങ്ങളും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിച്ചിട്ടുള്ളത്. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിട്ടുണ്ട്. മഞ്ചേശ്വരത്ത്, കാസർഗോഡ്, അതുപോലെ തന്നെ മലമ്പുഴയിൽ, പാലക്കാട്, തൃശ്ശൂരിൽ, ഇരിങ്ങാലക്കുടയിൽ, മണലൂരിൽ, തൃപ്പൂണിത്തറയിൽ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ, ചാത്തന്നൂരിൽ, വട്ടിയൂർക്കാവ്, എത്ര മണ്ഡലങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത മണ്ഡലം. നേരത്തെയൊക്കെ നിങ്ങൾക്ക് ഇത്തരം ഇവിടങ്ങളിലൊക്കെ വളരെ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. എന്തായാലും നമുക്ക് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം. ഇങ്ങനെയൊക്കെ സർവേകൾ പറഞ്ഞതുപോലെയാണോ, നേതാക്കൾ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ എനിക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുവരെ വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും തുടർഭരണം LDF-ന് ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നവയാണ്. യഥാർത്ഥ ഫലം വരാൻ 2-ാം തീയതി വരെ കാത്തിരിക്കണം. ഇത് വെടിക്കെട്ടിന് മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. എത്ര കണ്ട് ഈ പോളുകൾ ശരിയാകും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും മീഡിയ വൺ എക്സിറ്റ് പോൾ നടത്തിയിട്ടുള്ള വിവിധ ഏജൻസികൾ, രാജ്യത്തെ വിവിധ ഏജൻസികൾ വിവിധ ചാനലുകൾക്ക് വേണ്ടി നടത്തിയ പോളുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ, കേരളത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സർക്കാർ 5 വർഷം ഭരിച്ചാൽ പിന്നെ അടുത്ത മുന്നണിക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ എത്രയോ കാലമായി, 3 പതിറ്റാണ്ടിനപ്പുറത്തായി നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സിൻ്റെ ഉദാഹരണമായി കേരളത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം ഇവിടെ ധാരാളം പാർട്ടികളുണ്ട്, പക്ഷേ അവ 2 മുന്നണികളിലായി കേന്ദ്രീകരിച്ച് ഇരിക്കുന്നത് കൊണ്ട് ഒരു ഇരുധ്രുവ രാഷ്ട്രീയമായി ഇതിനെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു 3ാമത്തെ കക്ഷി BJP എന്ന കക്ഷി ഒരു 15% മുകളിലുള്ള വോട്ട് ഷെയറുമായി വരുന്നതോടുകൂടിയ ആ ഒരു പൊളിറ്റിക്കൽ നേച്ചർ, കേരളത്തിൻ്റെ ആ രാഷ്ട്രീയ അന്തരീക്ഷം മാറുകയാണോ? ഈ തുടർഭരണം എന്ന കാര്യം ഇപ്പോൾ വളരെ കാര്യമായി വരുന്നത്, ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ കേരളത്തിൻ്റെ ആ രാഷ്ട്രീയ സ്വഭാവം മാറിയത് കൊണ്ടാണോ? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം, BJP പിടിക്കുന്ന വോട്ട് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. മുൻകാലങ്ങളിൽ പരമ്പരാഗതമായി പറഞ്ഞിരുന്നത് LDF-ൻ്റെ വോട്ടിൽ ചോർച്ചയുണ്ടാകില്ല, UDF-ൻ്റെ വോട്ടിലാണ് ചോർച്ചയുണ്ടായി പലപ്പോഴും BJP-യിലേക്കും മറ്റ് കക്ഷികളിലേക്കുമൊക്കെ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിക്കുമ്പോൾ, ഞാൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ മാത്രം ഫലം പറയാം,
സമാന സ്വഭാവം ഞാൻ പരിശോധിച്ചപ്പോൾ മിക്കവാറും 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഒരു ക്രോസ് സെക്ഷൻ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ ലോക്സഭാ മണ്ഡലത്തിൽ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഇരട്ടി വോട്ട് കിട്ടി. UDF നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടി UDF ജയിച്ചു. അപ്പോൾ CPMൽ നിന്ന് LDFൽ നിന്ന് വോട്ട് ബാങ്കിൽ നിന്ന് നല്ല ചോർച്ചയുണ്ടായി. ആ ചോർച്ച മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ BJP ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം 15% വോട്ട് ഒരു പാർട്ടി പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബൈപോളാർ പൊളിറ്റിക്സിൽ നിന്ന് ഏത് മുന്നണിയുടെ വോട്ട് ബാങ്കിലാണ് ചോർച്ചയുണ്ടായത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഞാൻ അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്, നേരത്തെ അഭിലാഷ് പറഞ്ഞതിലൂടെ ഞാൻ 100% തെറ്റാകാം, ശരിയാകാം. ഇവിടെ അഭിലാഷ് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ചേക്കുട്ടിയും പറഞ്ഞു. അതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ തുടർ ഭരണം വേണമോ വേണ്ടയോ എന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ബൈപോളാർ പൊളിറ്റിക്സ് വീണ്ടും ശക്തമാകുന്ന സ്ഥിതിയാണ്. ഇപ്പം BJPയുടെ സാധാരണ പ്രവർത്തകർ, ആ സാധാരണ പ്രവർത്തകർ പോലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നില്ല. അത് BJP കോൺഗ്രസിനോടും UDFനോടും താല്പര്യമുള്ളത് കൊണ്ടല്ല. നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചപ്പോൾ അദ്ദേഹവും സൂചിപ്പിച്ചു BJPയുടെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായെങ്കിൽ അതിൽ UDFനായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷനാണ് കേരളത്തിൽ രൂപപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും UDF ജയിച്ച് അധികാരത്തിൽ വരാനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം തുടർ ഭരണം വേണമോ വേണ്ടയോ എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചോദ്യം അങ്ങനെ ഒരു ധ്രുവീകരണത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ട്രൈപോളാർ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ത്രികോണ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിലൊരു ധ്രുവീകരണം ഉണ്ടായാൽ അതിൻ്റെ ബെനഫിഷ്യറി ആകാൻ സാധ്യതയുള്ളത് UDF ആണ്. ഇതെല്ലാം സാധ്യതകളാണ്, ഞാൻ പറയുന്നതും ഉറപ്പിച്ച് പറയല്ല. അതിൻ്റെ സാധ്യത UDFന് അനുകൂലമായിട്ടാണ് വരാനുള്ള സാധ്യത. അവിടെ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചത് അത് ഉപബോൽബലകമായി എടുക്കുകയാണെങ്കിൽ തന്നെ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ സ്വിംഗ് ഇൻ ഫേവർ ഓഫ് UDFന് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് UDFന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വരാൻ കഴിയും. ഈ പറയുന്ന ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷമെങ്കിലും കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണുള്ളത്. പിന്നെ BJP റാങ്ക് ആൻഡ് ഫയലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ ശക്തിയാകാൻ ശ്രമിക്കുന്നു. അവരെത്രയൊക്കെ വിചാരിച്ചാലും കേരളത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തിലേക്ക് വരാൻ BJPക്ക് ഒരു കാരണവശാലും കഴിയില്ല. അത് കേരളത്തിൻ്റെ വളരെ ശക്തമായ 2 രാഷ്ട്രീയ മുന്നണികൾ, UDF, LDF എന്ന 2 രാഷ്ട്രീയ മുന്നണികൾ. അവിടെയാണ് ശ്രീ B. ഗോപാലകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, വളരെ ശരിയാണ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ഈ തുല്യ ശക്തികളായിട്ടുള്ള 2 രാഷ്ട്രീയ മുന്നണികളിൽ ഒന്നിനെ ദുർബലപ്പെടുത്തി അപ്രസക്തമാക്കിയാൽ മാത്രമേ BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ വളരാൻ കഴിയൂ. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ശ്രീ ബാലശങ്കർ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ തുടർ ഭരണം ഉണ്ടാകണമെന്നുള്ള സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൃത്യമായി നമുക്ക് വിലയിരുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഓക്കെ. അവിടെ ശ്രീ NP ചേക്കുട്ടി, ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞ ആദ്യത്തെ ഭാഗം നമ്മളൊന്ന് പരിശോധിച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ വീണ്ടും വരണോ വേണ്ടയോ എന്ന ചോദ്യമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ പിണറായി വിജയൻ വരണം എന്ന് ആഗ്രഹമുള്ളവർ LDFന് വോട്ട് ചെയ്യും, വേണ്ട എന്നുള്ളവർ UDFനോ BJPക്കോ വോട്ട് ചെയ്യും. അവിടെ ഈ വേണ്ട വോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അത് വീണ്ടും LDFന് അധികാര തുടർച്ച ഉണ്ടാക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കും. പക്ഷേ അത് അങ്ങനെ വേണ്ട എന്നുള്ള നിലയ്ക്കുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിലോ, ഞാനിത് പറയാൻ കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിപ്പോൾ കുന്നമംഗലം മണ്ഡലമാണ്. കുന്നമംഗലം മണ്ഡലത്തിൽ ഇങ്ങനെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു കൂട്ടർ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സാധാരണ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്, വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു BJPക്ക്, പക്ഷേ ഇത്തവണ ഞങ്ങൾ UDFൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടാണോ? അല്ല, പാർട്ടിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടല്ല, പിന്നെ പിണറായി വരുമല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ അതുകൊണ്ട് UDFന് വോട്ട് ചെയ്യും, പിണറായി വരാതിരിക്കാൻ. രാഷ്ട്രീയമായ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമല്ല. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ NK പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ UDF അതിൻ്റെ ബെനിഫിഷ്യറി ആവാനുള്ള സാധ്യതയില്ലേ? ഞാനിത് നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു പോയിൻ്റാണ്. ഈ മാർച്ച് 25 ശേഷം ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിൽ മലബാറിൽ ഞാൻ വളരെ കൃത്യമായിട്ടുള്ളൊരു കണ്ടൊരു സവിശേഷത, ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പോളറൈസേഷൻ പ്രോസസ്സ് ഇതിനകത്ത് നടന്നിരുന്നു.
ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന് നിങ്ങൾ അനുകൂലമാണോ എതിരാണോ എന്നുള്ള വളരെ സിമ്പിളായിട്ടൊരു ചോദ്യത്തിലേക്കാണ് അവസാനമായപ്പോഴേക്ക് വന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് കിറ്റ് തന്നിട്ടില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് അത് തന്നിട്ടില്ലേ, ഇത് തന്നിട്ടില്ലേ, പെൻഷൻ തന്നിട്ടില്ലേ, ഇങ്ങനെ 100,000 കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ നിലപാടെടുക്കുന്ന ആളുകൾ LDFന് വോട്ട് ചെയ്യും. അതേസമയത്ത് തന്നെ ഈ സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് വളരെ ഒബ്ജക്റ്റീവായിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളെ നമ്മളൊരു വിഡ്ഢികളായിട്ട് കൂട്ടരുത്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ പറഞ്ഞ പ്രളയം വന്നതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുമെന്ന്. പ്രളയം വന്നതിൻ്റെ ഗുണം എങ്ങനെയാണ് അവർക്ക് കിട്ടുക? മലബാറിൽ ഈ വയനാട്ടിൽ ബാണാസുര സാഗർ എന്ന് പറയുന്ന ഡാം പാതിരയ്ക്ക് തുറന്ന് കൊടുത്തതിൻ്റെ റിസൾട്ട് അനുഭവിച്ച ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. പെട്ടെന്നാണ് ഈ മലവെള്ളപ്പൊക്കം ഒന്നിച്ചാ വന്നത്. എങ്ങനെയാണ്? അതിന് വല്ല ആവശ്യമുണ്ട്? ആ സമയത്ത് മഴയൊന്നുമില്ല. ഇത്തരത്തിലുള്ള വളരെ അശാസ്ത്രീയമായിട്ടുള്ള വാട്ടർ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ റിസൾട്ടിൻ്റെ അനുഭവമായിട്ട് കേരളത്തിലെ പല ഭാഗത്തും ജനങ്ങൾ വെള്ളത്തിലേക്ക് പ്രളയത്തിലേക്ക് വീണത് ആ ഒറ്റ കാരണം കൊണ്ടാണ്. ഇങ്ങനെയുള്ള കഴിഞ്ഞ 4-5 കൊല്ലത്തെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടാണ് ഈ സ്പ്ലിറ്റ്, ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. അപ്പോൾ അതിനകത്ത് BJPയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, BJPയുടെ ഒരു കോർ വോട്ട് ബേസ് ഉണ്ട്. അത് നേരത്തെ 7-8% വരെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു 13-14% വരെയൊക്കെ വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു ഫീലിംഗ് അതാണ്. പക്ഷേ ആ ഒരു ഇതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, BJPയുടെ വോട്ട് ഷെയർ ഒരുപക്ഷേ ഇത്തവണ കുറയാം. അത് ഒരുപക്ഷെ ഇടതുമുന്നണി കണ്ട ഒരു തലത്തിലാണോ അതോ കാണാതെ പോയ അന്തർധാരയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ അറിയാൻ കഴിയും. ഞാൻ പറയുന്നത് ഈ രണ്ട് മുന്നണികളുടെയും നേതൃത്വങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടാക്കിയെന്നോ വോട്ട് കച്ചവടം നടത്തിയെന്നോ ഒന്നുമല്ല. അങ്ങനെ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. രണ്ടു കൂട്ടരും, നിങ്ങളായാലും അവരായാലും, അങ്ങനെ ആരും ഇത്തവണ കച്ചവടം നടത്തുകയോ ധാരണ ഉണ്ടാക്കുകയോ ചെയ്തതായിട്ട് എനിക്ക് ബോധ്യമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ ഒരു നാച്ചുറൽ ചോയ്സ് ഉണ്ടല്ലോ. സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ കേന്ദ്രീകരണം അല്ലെങ്കിൽ CPM വിരുദ്ധ വോട്ടുകളുടെ കേന്ദ്രീകരണം UDFന് അനുകൂലമായി നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്കൊക്കെ തെറ്റിക്കൂടെ? ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്നത് കുറഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ. സർക്കാരിന് ഭരണത്തിനെതിരായിട്ടുള്ളൊരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടാക്കാൻ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒന്നിച്ചു ശ്രമിച്ചു. ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇറക്കി, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷെ സർക്കാരിനും ഭരണത്തിനുമെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായില്ല. എന്നാൽ ഈ സർക്കാർ ദേശീയ തലത്തിൽ തന്നെ നിലനിൽക്കേണ്ടതിന്റെ ഒരു പ്രസക്തിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇങ്ങനെയൊരു സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിയെ പ്രതിരോധിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവും. അതിന്റെ ഒരു താവള പ്രദേശം കൂടിയാണ് കേരളം എന്ന ബോധം ഇവിടുത്തെ വലിയ വിഭാഗം UDFന്റെ പരമ്പരാഗത സ്വാധീന മേഖലകളിലുണ്ടായി, ജനങ്ങൾക്കിടയിലുണ്ടായി, ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായി. അത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ BJP ഒരർത്ഥത്തിൽ 91 നമ്മളത് വടകരയിലും ബേപ്പൂരിലും കണ്ടതാണ്. BJP പരസ്യമായി തന്നെ UDFന് വോട്ട് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ കൃത്യമായി എന്താണ് അതിനെ തോൽപ്പിക്കാൻ മതനിരപേക്ഷ ശക്തികൾ ആകെ ഒന്നിച്ചു നിന്നു. ആ മതനിരപേക്ഷ രാഷ്ട്രീയം, മതനിരപേക്ഷ ബോധം കേരളത്തിൽ വളരെ ശക്തമാണ്. സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ ഒരു കാരണവശാലും കേരളത്തിൽ ശക്തിപ്പെടുത്തരുത്, അതിന് സീറ്റുകൾ കൊടുക്കരുത് എന്ന ഒരു ബോധം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. ആ സംഘപരിവാരം ഉണ്ടാക്കുന്ന അവിശുദ്ധ ബാന്ധവത്തിനെതിരായിട്ട് എന്നും കേരളത്തിലെ ജനങ്ങൾ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമാകും. BJP ജയിച്ചു വരില്ല എവിടെയും. BJPയെ തോൽപ്പിക്കുക എന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തിന്റെ ഒരു പ്രധാനമാണ്. ഇപ്പൊ നേമത്ത് ഇവിടെ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞല്ലോ. ചേക്കുട്ടിയും അതുപോലെ തന്നെ UDFന് വേണ്ടി സംസാരിച്ച നമ്മുടെ ബഹുമാന്യനായ MP ഒരേപോലെ പറഞ്ഞല്ലോ. എവിടെയാ BJPയുടെ വോട്ട് കോൺഗ്രസിലേക്ക് UDFിലേക്ക് ചോർന്നത്? നിയമ ഏറ്റവും നല്ല ഉദാഹരണമാണ്. 2006 കോൺഗ്രസിന്റെ വോട്ട് UDFന്റെ വോട്ട് എങ്ങനെയാണ് 2016 എത്തുമ്പോൾ അങ്ങേയറ്റം കുറഞ്ഞു പോയത്? എങ്ങനെയാണ് BJP അവിടെ ജയിച്ചു വരുന്നത്? രാജഗോപാൽ അവിടെ MP ആവുന്നത്, ഇവിടെ MLA ആവുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ നിയമസഭയിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ BJP കഴിയുന്നത്? അത് കോൺഗ്രസിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് ഒന്നിച്ച് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോ ഈ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, അനുഭവങ്ങൾ നമ്മളിലുണ്ട്. BJPയുമായി ഉണ്ടാക്കുന്ന രഹസ്യ ബാന്ധവങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ തിരിച്ചറിയുന്ന ഒരു പൊതു മതനിരപേക്ഷ ജാഗ്രതാബോധം, ഒരു വിജിലൻസ് കേരളീയ സമൂഹത്തിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഭരണവിരുദ്ധ വികാരമോ ഈ സർക്കാരിന് തുടർച്ച വേണ്ട എന്ന വികാരത്തിനോ ജനങ്ങൾ സമ്മതി കൊടുക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ കഴിയും. അത് എന്റെ ഒരു ആഗ്രഹ പ്രകടനമല്ല. കേരളം അത് ആഗ്രഹിക്കുന്നു. ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ സമാശ്വാസകരമായ അവസ്ഥ സംബന്ധിക്കുന്ന പ്രതീക്ഷ. ശ്രീ V ഉണ്ണികൃഷ്ണൻ, BJPയുടെ കാര്യം നമ്മൾ എടുത്താൽ BJPയുടെ സുവർണ അവസരം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. രണ്ട് തരത്തിൽ. ഒന്ന്, ദേശവ്യാപകമായി ഒരു BJP തരംഗമുണ്ടായി, ഇവിടെ ഉണ്ടായില്ല.
രണ്ടാമത്തേത് ശബരിമല വിഷയം കത്തുനിന്ന സമയമായിരുന്നു. ശബരിമല പ്രക്ഷോഭത്തിൻ്റെ നായകത്വം ബി ജെ പിക്കായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഗുണവും ബി ജെ പിയെ സംബന്ധിച്ചുണ്ടായില്ല. ചില ഇടങ്ങളിൽ വോട്ട് കൂടി, പക്ഷേ ഞാൻ പറയുന്നത് സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഗുണവും ഉണ്ടായില്ല. അത് കഴിഞ്ഞു. അതിനുശേഷം ബി ജെ പിയുടെ 2 A+ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വട്ടിയൂർക്കാവിലും നടന്നു, കോന്നിയിലും നടന്നു. എന്താണ് ഉണ്ടായതെന്ന് അറിയാലോ. ഒരു വിന്നിംഗ് ഫോഴ്സ് ആവാൻ ബി ജെ പിയെ സംബന്ധിച്ച് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, എന്നാൽ ഒരു വോട്ട് ബി ജെ പിക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന ആൾ പോലും പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയില്ല. അപ്പോൾ ഇത് മാറാതെ ഈ 2 ബലാബലങ്ങൾ, 2 LDF UDF എന്ന ശാക്തിക ബലാബലം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ബി ജെ പിയെ സംബന്ധിച്ച അവസ്ഥ ഇതായിരിക്കില്ലേ? ഒരിക്കലുമല്ല അഭിലാഷേ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ LDF തുടർഭരണം കിട്ടുമെന്നാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. കിറ്റും പെൻഷനും ഒക്കെയാണ് കാരണം പറയുന്നത്. കിറ്റിൽ കൊടുക്കുന്ന സാധനങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. പെൻഷനും കിറ്റും കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ? അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. തിരിച്ചറിവില് ശബരിമല വിഷയത്തിൽ തെറ്റുപറ്റി ഞങ്ങൾ മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വരാൻ കാരണം അതുമായി ബന്ധപ്പെട്ടല്ലേ. പ്രളയത്തെക്കുറിച്ച് ശ്രീ ചെക്കുട്ടി പറഞ്ഞു. മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ലേ ഇവിടെ ഉണ്ടായത്? അശാസ്ത്രീയമായി ഡാം തുറന്നുവിട്ട് 400ഓളം ആൾക്കാരെ മരിച്ച ആ പ്രളയത്തിന്റെ പേരിൽ ജനങ്ങൾ ആരെങ്കിലും വോട്ട് കൊടുക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടി, 2010 വരെ താങ്കൾ പറയുന്ന കാര്യം ശരിയായിരുന്നു. BJP ജയിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് BJPക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറില്ല എന്ന് കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നതിൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ 2017 ചിത്രം മാറി. 2016 എന്താണ് സംഭവിച്ചത്? BJP ഒരു NDA എന്ന രീതിയിൽ വലിയൊരു ശക്തിയായ ഫോഴ്സായി മാറുകയും ആ ശക്തമായ ഫോഴ്സായി മാറുന്ന സാഹചര്യത്തിലാണ് നേമത്ത് BJP വിജയിക്കുകയും 7 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPക്ക് 40,000-ലേറെ വോട്ട് കിട്ടിയ 14-15 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. 2019 ശരിയാണ്, BJPക്ക് MP കിട്ടിയില്ല, ശരിയാണ്. പക്ഷേ കേരളത്തിലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തി. പത്തനംതിട്ടയിൽ 3 ലക്ഷം പേര് വോട്ട് ചെയ്തു. 5 പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJPക്ക് 3 ലക്ഷത്തിനടുത്ത് വോട്ട്. താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടിൽ കുമ്മനനാശാരി 1ാം സ്ഥാനത്തായിരുന്നു. 5 പാർലമെന്റ് മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടിൽ 2ാം സ്ഥാനത്തായിരുന്നു. ആരാ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നത്? കേരളത്തിലെ ഇന്റലക്ച്വൽ വിഭാഗമായിട്ടുള്ള CPM പറയുന്ന വർഗ ബഹുജന സംഘടന ആൾക്കാർ പോലും താമരയ്ക്ക് വോട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായി. അപ്പൊ പഴയ BJP അല്ല പുതിയ BJP. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP ഏകദേശം 10, 25, 30 മണ്ഡലങ്ങളിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ജനങ്ങൾക്കറിയാം. ആ മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് വോട്ട് ചെയ്യുന്ന, ഇതുവരെ LDF-നും UDF-നും വോട്ട് ചെയ്ത ആൾക്കാർ പോലും ഇത്തവണ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? BJP ഒരു വിന്നിംഗ് ഫോഴ്സായി മാറും എന്നുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ BJPക്ക് ആരാണ് വോട്ട് ചെയ്ത് വോട്ട് മറിച്ച് എന്ന ചർച്ചയാണ് കേരളത്തിൽ. സാധാരണ BJP ആർക്ക് വോട്ട് മറിച്ച് എന്ന ചർച്ചയാണ് കേരളത്തിൽ ഉണ്ടാവാറ്. ഇത്തവണ കേരളത്തിൽ എന്താണ് ചർച്ച? എന്താ? NDAക്ക് BJPക്ക് LDF ആണോ UDF ആണോ വോട്ട് ചെയ്തത് എന്ന രീതിയിലേക്ക് കേരളത്തിലെ ചർച്ചകൾ മാറിയത്. അതെന്താ കാരണം? കേരളത്തിൽ BJP ഒരു വിന്നിംഗ് ഫോഴ്സായി മാറുന്ന സാഹചര്യം ഉണ്ടായി. ഒരു 30-35 മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരം നടന്നു. ആ മണ്ഡലങ്ങളിലെല്ലാം LDF-ൽ നിന്നും UDF-ൽ നിന്നും വോട്ടുകൾ BJP-യിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ 2 അക്കം കടന്ന് അത്ഭുതപ്പെടുന്ന. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ പറഞ്ഞല്ലോ LDF-ഉം UDF-ഉം പരസ്പരം വോട്ട് മറിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന താങ്കളുടെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇത്തവണ 2 അക്കം കടന്നിട്ടുള്ള അംഗങ്ങൾ BJPക്ക് കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ പ്രതീക്ഷകളും നമുക്ക് 2-ാം തീയതി രാവിലെ 8 മണി വരെ ആകാവുന്നതാണ്. അവകാശവാദങ്ങൾ, പ്രതീക്ഷകളൊക്കെ എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലേ, അതൊക്കെ ആവാം. ഈ തെരഞ്ഞെടുപ്പ് സർവേകളും എക്സിറ്റ് പോളുകളും ഇങ്ങനെ വന്നതുകൊണ്ട് അത് അങ്ങനെ പാടില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ശ്രീ NK പ്രേമചന്ദ്രൻ, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇവിടെ ധാരാളം കക്ഷികൾ, മുഖ്യ കക്ഷികൾ മാത്രമല്ല ചെറിയ കക്ഷികളുമൊക്കെ വളരെ സജീവമായി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു മാറ്റം പതുക്കെ വരാൻ പോവുകയാണ്. ഒരു അപ്രമാദിത്വം എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ ടുഡേയുടെ സർവേയൊക്കെ അനുസരിച്ചുള്ള ഒരു നമ്പറാണെങ്കിൽ ഒരു വലിയ ദേശീയ തലത്തിൽ നമ്മൾ നരേന്ദ്രമോദിക്ക് കിട്ടിയതുപോലെയുള്ളൊരു മാൻഡേറ്റ് പിണറായി വിജയന് കിട്ടിയെന്ന് പറയേണ്ടി വരും. ഇതും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ നിലയ്ക്ക് ഈ പേഴ്സണാലിറ്റി കൾട്ടിന് വലിയ ഒരു ജനപിന്തുണ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെ തന്നെ മാറ്റുന്നതായിരിക്കും. അത് കേരളത്തിൽ ഉണ്ടായേക്കാമോ? അതിനുള്ള സാധ്യത വളരെ പരിമിതമാണ്, തുച്ഛമാണ്. കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് ചാണക്യ ഉൾപ്പെടെയുള്ളവർ പ്രവചിച്ചിരിക്കുന്നതനുസരിച്ച് 100-ലധികം സീറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗമായി തന്നെ രാഷ്ട്രീയമായി നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഇവിടെ നേരത്തെ പല പ്രാവശ്യം ആവർത്തിച്ച് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു,
ഈ ഗവൺമെൻറ്റിനെ രാഷ്ട്രീയമായി എതിർത്ത് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ക്യാമ്പയിൻ നടത്താൻ കഴിഞ്ഞില്ല. ഇത്രയേറെ അവമതിപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് CPM-നും LDF-നും എതിരായി വരുമ്പോൾ അതെല്ലാം അപവാദ പ്രചരണമായി മാറും. മറ്റുള്ളവർക്കെതിരായി വരുമ്പോൾ അതെല്ലാം അഴിമതി ആരോപണമായി ചിത്രീകരിക്കപ്പെടും. CPM അവരുടെ ഭാഷയും ശൈലിയും അനുസരിച്ച് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏറ്റവും ഒടുവിൽ വന്ന ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഒരു ഗവൺമെൻറ്റിന് വൻപിച്ച തോതിൽ കിറ്റും പെൻഷനും, ഇത് രണ്ടുമാണല്ലോ ആവർത്തിച്ച് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കിറ്റും പെൻഷനും, ഇത് രണ്ടും കൊണ്ട് കേരളത്തിലെ ഇലക്ടറേറ്റിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ അതുകൊണ്ട് ഒരു വലിയ വിജയം നേടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഘടനാപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വസ്തുത ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം അവിടെയും വ്യക്തിപ്രഭാവത്തിനും അപ്പുറത്ത് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അഴിമതി നടത്തിയാലും അവിഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താലും അധോലോക പ്രവർത്തനങ്ങളിൽ ഭരണകൂടം പങ്കാളിയായാൽ പോലും അതുപോലെ പിൻവാതിൽ നിയമനവും സ്വജനപക്ഷപാതവും ഉൾപ്പെടെ സ്ഥിരീകരിക്കപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ നിലനിന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കിറ്റും പെൻഷനും കിട്ടിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന സ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരളത്തിലെ സമ്മതിദായക സമൂഹം മാറിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു വലിയ 100-ലധികം സീറ്റ് വാങ്ങി LDF-ന് വിജയത്തിലേക്ക് വരാൻ കഴിയൂ. എന്തായാലും ജനം അവരുടെ അംഗീകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2-ാം തീയതി അതെന്താണ് എന്ന് അറിയാൻ പോവുകയാണ്. അതുവരെ കാത്തിരിക്കാം. ഇത് എക്സിറ്റ് പോളുകളുടെ രാത്രിയായിരുന്നു. എക്സിറ്റ് പോളുകളെല്ലാം ഇടതു മുന്നണിക്ക് തുടർ ഭരണം പ്രവചിക്കുന്നവയുമാണ്. എന്ത് സംഭവിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ പ്രേമേന്ദ്രൻ, ശ്രീ ചെക്കുട്ടി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ സംസാരിച്ചതിന്.